നല്ലായിരുന്നു, സൂപ്പർ ആയിരുന്നു. എല്ലാം ലൈക്ക് ഹ്യൂമറാണ് ആൻഡ് എൻഗേജിങ് ആണ് തുടക്കം തൊട്ട് അവസാനം വരെയും. ഫാൻറ്റസിയാണ്. എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവരെയും പെർഫോമൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. എല്ലാവരെയും ടൈമിംഗ് ഒക്കെ ഓൺ പോയിന്റ്. എന്തോ രണ്ടുപേരും ഹ്യൂമറിന്റെ കാര്യത്തിൽ പറയണ്ടല്ലോ, കിഡിലായിരുന്നു. എനിക്ക് സുരാജേട്ടൻ്റെ എന്താ പറയുക, ഇന്റർവെൽ ബ്ലോക്കിനുള്ള തൊട്ട് മുന്നുള്ള എൻട്രി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര വർക്കായി. എല്ലാം മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. സൂപ്പർ മസ്റ്റ് വാച്ച് ആണ്. കുറേ ആൾക്കാരാണ് ഇത്ര എൻജോയ് ചെയ്ത ഒരു പടം തിയേറ്ററിൽ കണ്ടത്. മസ്റ്റ് വാച്ച്. സൂപ്പർ ആയിരുന്നു. സൂപ്പർ പെർഫോമൻസസ്, ഡയറക്ഷൻ, റൈറ്റിംഗ് എല്ലാം പൊളി, അടിപൊളിയാണ്. പടം നന്നായിട്ടുണ്ടായിരുന്നു. പടം നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര മോക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര എൻഗേജ്ഡ് ആണ്. കോമഡി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ഫേമസിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് പടം കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും ഹൗസ്ഫുൾ ആയി. അത് ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടു. എനിക്ക് സന്ദീപിൻ്റെ ഒക്കെ ഒരു പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമുണ്ട്. സന്ദീപ് കുറേ കാലത്തിന് ശേഷം ഒരു ന്യൂ കമ്മർ ഒരു സിനിമ ഫുൾ ക്യാരി ഫോർ വരുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സുരാജേട്ടനും ഷറഫും എല്ലാവരും, സാഫ് അഭിനയിച്ച് എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ല ഡയറക്ഷനായിരുന്നു. എന്നുള്ളതുകൊണ്ട് എല്ലാവരും ഒന്ന് എന്താ പറയുക, റിലാക്സ് ചെയ്യാനായിട്ട്, ചിരിക്കാനായിട്ട്, എൻജോയ് ചെയ്യാനായിട്ട് പോയി കാണാൻ പറ്റുന്ന നല്ലൊരു പടം. എന്താണ് ഇഷ്ടപ്പെട്ടതെന്നോ? കോമഡിയാണ് ഇഷ്ടപ്പെട്ടത്. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇൻട്രസ്റ്റിംഗ് ഒരു സ്റ്റോറി ലൈൻ ആയിരുന്നു. പുതിയതായിട്ട് കാണാൻ പറ്റുന്ന ഒരു പുതിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും എൻജോയ് ചെയ്യാനായിട്ട്, ഒരു നൈസ് ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു പടം. നല്ല പെർഫോമൻസസ് ആണ്. നല്ല പ്രോമിസിങ് യങ് ആക്ടേഴ്സ് ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ലൈൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ലൈക്ക് എൻജോയ് ചെയ്യാനായിട്ടും കണ്ട് ഒബ്സർവ് ചെയ്യാനായിട്ടും മനസ്സിലാക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം കൊണ്ടും ഒരു നൈസ് എൻ്റർടൈനറാണ്. സോ ഇറ്റ്സ് ഗുഡ് ഫൺ. നല്ല മൂവിയാണ് പടക്കുതിര. ഞാനിപ്പോൾ കുറേ പേരെടുത്ത് ഒരേ കാര്യം തന്നെ പറയണത്, ഭയങ്കര എഫേർട്ട് എടുത്ത് എഴുതിയിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റാണത്. അത്രയും അല്ല പറയേണ്ട, അതിൻ്റെ മുകളിൽ എഫേർട്ട് എടുത്തിട്ടേ അത് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് അഭിനയിക്കാൻ പറ്റുള്ളൂ. അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് തന്നെ കൺഫ്യൂഷൻ വരാത്ത രീതിയിൽ അഭിനയിപ്പിച്ച്, അല്ലാതെ അഭിനയിച്ചിട്ട് നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളത് മൊത്തത്തിൽ വലിയൊരു എഫേർട്ടാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. അത് തന്നെയാണ് അത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഡയറക്ടറുടെ ഒരു കഴിവ്, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു മേന്മ എന്ന് പറയാം. പിന്നെ ഫൺ മൂവിയാണ്. ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ നമുക്ക് എൻജോയ് ചെയ്ത് സന്തോഷിക്കാൻ പറ്റിയൊരു സിനിമ. അതുപോലെ തന്നെ എന്ത് വിഷമം വരികയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ്ലി വാച്ച് ചെയ്യാൻ പറ്റിയൊരു സിനിമ കേട്ടോ. നമ്മളിങ്ങനെ ചില സിനിമ നല്ലത് പറയുമ്പോൾ വൺ ടൈം വാച്ചബിൾ എന്നൊക്കെ പറയില്ലേ, ഇത് എത്ര തവണ വേണമെങ്കിലും റീവാച്ച് ചെയ്യാൻ പറ്റുന്നൊരു മൂവിയാണ് പടക്കുതിര. ഇപ്പോഴതല്ല, ഇതിപ്പം തിയേറ്ററിൽ നമ്മൾ 2 തവണ 3 തവണ കണ്ടാലും പിന്നീട് വീട്ടിൽ ചെന്നിട്ട് OTT-യിലാണെങ്കിലും അല്ലെങ്കിൽ TV-യിലാണെന്നുണ്ടെങ്കിലും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വാച്ച് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ്. ഉറപ്പായിട്ടും എല്ലാവരും കാണുന്ന നല്ല മൂവിയാണ് പടക്കുതിര. നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരുപാട് ചിരിക്കാനേ ഉള്ളൂ. എല്ലാവരും എന്തെല്ലാം കാണണം, അടിപൊളിയാണ്. നല്ലൊരു ന്യൂ ജോണറാണ് ആക്ച്വലി. സൂപ്പർ പടമായിരുന്നു. എൻ്റെ 2ാമത്തെ പ്രാവശ്യവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ വേണമെങ്കിൽ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ചിരിക്കാനുണ്ട്. എന്തായാലും നിങ്ങൾ പോയി കാണണം. അതാണ് ഇപ്പം ഇവിടെ അങ്ങനെയാണ് എല്ലാം ചോദിക്കുള്ളൂ. പക്ഷെ ഇതിൽ നിങ്ങൾ കണ്ടു നോക്കണം, എല്ലാവരും സൂപ്പറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും.